2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. വീടിന്റെ പണി വേഗം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു. അതുമൂലം ധാരാളം ധനലാഭം പ്രതീക്ഷിക്കുന്നു. മനസ്സിൽ ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്നതിനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. ഏത് സ്ഥലത്ത് ചെന്നാലും മനഃശാന്തി ലഭിക്കാത്ത ഒരു അവസ്ഥ മാറി കിട്ടുന്നു. ചിലരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഏതെങ്കിലും പുണ്യ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റു ദൂര സുഖവാസ കേന്ദ്രങ്ങളിലോ ചെന്നാൽ അവിടെയും അവർക്ക് മനസ്സമാധാനം ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം ഈ മാസം മാറിക്കിട്ടി മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നു. ഉദ്യോഗ കയറ്റായത് പ്രൊമോഷൻ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. എല്ലാവരോടും ഉള്ള വഴക്കും ബഹളവും എല്ലാം മാറിക്കിട്ടി നല്ല രീതിയിൽ സ്നേഹമായി പോകാൻ സാധിക്കുന്നു. അതുപോലെ നേരായ വഴിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ധനം ധാരാളം സമ്പാദിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ്. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രാക്ടിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കുകളോ എല്ലാം അംഗീകരിപ്പിച്ച് കിട്ടുന്നു. അതുപോലെ PhD ചെയ്യുന്നവർക്ക് അവരുടെ പ്രബന്ധങ്ങളെല്ലാം അംഗീകരിച്ച് അവർക്ക് PhD ലഭിക്കുന്നു. ഉത്തമ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ധാരാളമായി കാണുന്നുണ്ട്. മിക്ക ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു നടപടിയിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നിങ്ങൾ പങ്കാളിയാകരുത്. അവിവേകം കാട്ടരുത്. അത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ മക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ചില രോഗങ്ങൾ ശല്യം ചെയ്യേണ്ട സാധ്യത കാണുന്നുണ്ട്. ദൈവാധീന കുറവ് ഉണ്ടാകാം എന്നുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് പൂജകളും പ്രാർത്ഥനകളും ഉപാസന നടത്തുന്നവരാണെങ്കിൽ അതൊന്നും മുടക്കം വരാതെ മുന്നോട്ട് പോകേണ്ടത് ആണ്. അത് നല്ലതായിരിക്കും. ഇനി ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സ്വർണം വെള്ളി മുതലായ ആഭരണങ്ങൾ സമ്മാനങ്ങളായി ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. ഭൂമിയും വീടും ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അത് കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് ഭാഗം വെച്ച് കിട്ടിയതാകാം, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും വിലയ്ക്ക് വാങ്ങുന്നതാകാനും സാധ്യതയുണ്ട്. എന്നാലും കുടുംബത്തിലൊരു വീടും ഭൂമിയും ലഭിക്കാം. അതുപോലെ ചില കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനൊന്നും ഈ കുട്ടിക്ക് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അത് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടിയും ഈ സമയത്ത് കുട്ടിയുടെ ബന്ധുക്കള് യാതൊരു തരത്തിലും വാദപ്രതിവാദങ്ങളില് തർക്കങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. അങ്ങനെയൊക്കെ വന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃഷി മേഖലയിൽ ഉള്ളവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസം തുടർന്നു തന്നെ പോകുന്നു. അതിനൊരു തടസ്സവും ഇവിടെ കാണുന്നില്ല. എല്ലാം കൊണ്ടും ഒരു പരിധി വരെ ഗുണകരമായ ഒരു കാലഘട്ടമാണിത്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വീട്ടുകാർക്ക് മേലധികാരികളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങളും അരിഷ്ടതകളും ഉണ്ടാകാം. അമിതമായ കോപം ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. വിദ്യാലയത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അതിനാൽ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലായിരുന്നാലും ഒന്നും ഇടപെടാണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോവുക. പ്രശ്നങ്ങൾ പങ്കാളിയാവാൻ സാധ്യത കൂടുതലാണെന്നാൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതായിരിക്കും. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള യോഗവും കാണുന്നുണ്ട്. തൊഴിൽ ലഭിക്കുന്നതിനും അതിൻവഴി അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശ പഠനത്തിനും അവിടെ ചെന്ന് ജോലി ചെയ്യുന്നതിനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചിലർക്ക് ചില അവസരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നേക്കാം എങ്കിലും പിന്നീട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് പ്രേമം തോന്നാനും അത് ഒടുവിലെ വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനും സാധിക്കുന്നു. ചിലർക്ക് സ്നേഹബന്ധങ്ങളായത് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകാം. അതിനാൽ വിലപ്പെട്ട രേഖകൾ സൂക്ഷിച്ചു വയ്ക്കുക. 28 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അനുകരിച്ച് യാതൊന്നും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിൽ നിങ്ങൾക്ക് പരാജയ സാധ്യത കൂടുതലാണ്. ഇനി വിജയിച്ചാൽ തന്നെയും അതിനൊരു നേട്ടം കിട്ടുന്നില്ല.
എന്നാൽ സ്വന്തമായി പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലിയിലുള്ള ഒരു രീതി കൂടി തിരിച്ചിട്ട് നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. അതുവഴി വൻപിച്ച സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകാം. അല്പം വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് പിന്നീട് വരാൻ പോകുന്ന പല അപവാദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുന്നു. ആരോഗ്യത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. കേസ് ഉണ്ടെങ്കിൽ വിജയം ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. പുതിയതായി കേസുകൾ തുടങ്ങുവാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല. 35 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ കഠിനാധ്വാനം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും അതുവഴി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാം. തൊഴിൽശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അന്യദേശവാസം ഈ സമയം കാണുന്നുണ്ട്. അത് ഒന്നീ ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ വ്യാപാരം സംബന്ധിച്ചോ വിദേശത്തേക്ക് നിങ്ങൾക്ക് പോകുന്നതിന് സാധിക്കുന്നു. വീടും ഭൂസ്വത്തും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. സാമ്പത്തിക ഞെരുക്കം നിങ്ങളെ ബാധിക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് നല്ല ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുവഴി സുഖം പ്രാപിക്കാൻ സാധിക്കുന്നു. ചില രോഗങ്ങൾ ആയി വരാം. അതായത് അലർജി, പല്ലിന് ഉള്ള രോഗം, കണ്ണിന് എന്നിവ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ കൂടുതലും വരുന്നത് ത്വക്ക് സംബന്ധിച്ച അലർജി പരമായിട്ടുള്ള രോഗങ്ങളാണ് കാണുന്നത്. പോളൻ പോലുള്ളവ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുമിള പോലെയൊക്കെ ശരീരത്തിൽ വരുന്നതിന് സാധ്യതയുണ്ട്. 53 വയസ്സ് മുതൽ 69 വയസ്സ് വരെ ഉള്ളവരുടെ ഭരണി നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണെങ്കിൽ തൊഴിൽ സംബന്ധിച്ച് വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രമോഷൻ ലഭിക്കാം. സാമ്പത്തികമായി വളരെ മെച്ചമായ രീതിയിൽ എത്തിച്ചേരാം. അതുപോലെ ദാനാദി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മനസ്സ് വരുന്നു. ആനുകൂല്യങ്ങൾ, അവാർഡുകൾ, ബഹുമതികളൊക്കെ ലഭിക്കുന്നതിനും ഈ സമയം ഭാഗ്യമുണ്ട്. എന്നാൽ ചില അത്യാഗ്രഹികളായ ആൾക്കാർ, അവർക്ക് അസൂയയുണ്ട്, അത്യാഗ്രഹവും ഉള്ളവര് നിങ്ങളുടെ പല രീതിയിലും അവര് കേസുകളിൽ പെടുത്താനൊക്കെ നോക്കും. അതിന് എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ തന്നെ ഈ അവസാന വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ധാരാളം ധനവും മറ്റ് ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഈ പ്രായത്തില് അവർക്ക് സർക്കാരിൽ നിന്ന് ഒരു 4 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒരു നല്ല പദവിയും അധികാരവുമുള്ള ജോലി ലഭിക്കുന്നതിനും സർക്കാരിന്റെ മുദ്രവച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനുള്ള യോഗം ഈ സമയം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിൽ തന്നെ അതൊന്നും വലിയ പ്രശ്നങ്ങളായി കാണുന്നില്ല. 69 വയസ്സ് മുതൽ 88 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ചില വാതരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ധാരാളം ഇനത്തിലുള്ള വാതരോഗങ്ങളുണ്ട്. അതൊരു വൈദ്യനെ സമീപിച്ചാൽ അറിയാൻ സാധിക്കും. സ്വഭവനത്തിൽ നിന്ന് മാറി താമസിക്കുന്നതിന് ഈ സമയം ചിലർക്കൊരു യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്നതിനും നല്ലൊരു നേതാവാകുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. അശുഭ ദർശനം ലഭിക്കുക, അതായത് മോശം ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതിന് ഒരു സാധ്യതയുണ്ട്. അങ്ങനെ അടിക്കടി മോശം സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ സ്വപ്നം വിശകലനം ചെയ്യാൻ അറിയാവുന്ന ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. കാര്യസിദ്ധി ഉണ്ടാക്കാൻ ഉള്ള ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ നടന്നു കിട്ടേണ്ട ഒരു യോഗം കാണുന്നുണ്ട്. ഇതിൽ ചിലരാകട്ടെ ആത്മീയതയിലേക്ക് തിരിയുന്നതിനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലര് ഒരു സംരംഭകനാണെങ്കിൽ അവർക്ക് അധ്വാനം ഈ സമയം വളരെ കൂടിയിരിക്കുമെങ്കിലും അതിനനുസരിച്ചിട്ട് ധനലാഭവും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചില ഭരണി നക്ഷത്രക്കാർ മടിയന്മാരായിട്ട് അലസത കാട്ടി ചുമ്മാ കുത്തിയിരിക്കുന്നതായിട്ട് കാണാനും യാതൊന്നും ചെയ്യാണ്ട് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ശ്രമിച്ചാൽ ഉത്സാഹപൂർണമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും അതുപോലെ പല രീതിയിൽ പല മേഖലകളിലും അവർക്ക് നേട്ടം ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ ഇതിൽ ചില ഭരണി നക്ഷത്രക്കാർക്ക് ചെറുപ്പകാലത്ത് തന്റെ യൗവനകാലത്ത് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്നു. തോട്ടം മുതലായ കൃഷി നടത്തുന്നവർക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാണ്. മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ചിലർക്ക് ചില അവാർഡുകളും സ്പെഷ്യലായി ഏതെങ്കിലും പദ്ധതികളിൽ മുടങ്ങിക്കിടക്കുന്ന ധനവും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ലൊരു ഭാവിയാണ് അവർക്ക് ഈ ഇത്രയും വയസ്സായിട്ടും അവർക്ക് കാണാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. ഇവിടെ ഈ സെപ്റ്റംബർ മാസത്തില് സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയിലെ യോഗം ചെയ്ത് നിൽക്കുന്നതിനാല് സമ്മിശ്രമായ ഫലങ്ങളാണ്, അതായത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കാൻ സാധ്യത. ഈ യോഗത്തിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. 3 ഗ്രഹങ്ങളുടെ യോഗം ആയതുകൊണ്ടാണ്. കരിയറിൽ, ബിസിനസ്സിൽ പുതിയ തീരുമാനം എടുക്കുമ്പോൾ ആദ്യമൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം എങ്കിൽ തന്നെയും
പിന്നീട് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു, മികച്ച വിജയം നേടാൻ സാധിക്കുന്നു. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലം ശരീരത്തിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ, ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അതെല്ലാം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കുന്നു. മാനസിക സംഘർഷം ഉണ്ടാകാൻ, ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ രീതിയിൽ അത് വർദ്ധിക്കുന്നതിനൊരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. അതുപോലെ നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, ഓർമ്മക്കുറവ് അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ പ്രതാപവും ആത്മവിശ്വാസവും കൂടുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ കേതുവിന്റെ സ്വാധീനം ചിന്തകളെയും ഈഗോയെയും ഉള്ളിലേക്ക് ഉൾവലിയാനായിട്ട് ഉള്ള ഒരു കാരണമാകുന്നു. സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുമ്പോൾ സമൂഹത്തിൽ അംഗീകാരവും അധികാരങ്ങളും നേതൃത്വവും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സൂര്യനും കേതുവും കൂടി ചേരുമ്പോൾ ലൗകിക സുഖങ്ങളിൽ പിന്മാറ്റം ഉണ്ടാകുന്നു. ആഡംബരങ്ങളിലും മറ്റുള്ള ലൗകിക കാര്യങ്ങളിലൊന്നും ചിന്ത വരാതെ അതിൽ നിന്ന് മാറി ആത്മീയതയിലേക്ക് ശരണം പ്രാപിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബുധൻ കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നു. ചില സമയം ആശയവിനിമയങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നതിനും ആശയക്കുഴപ്പം വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപൂർവം ചിലർക്കാണ് ഇതുമൂലം ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.